ചെയ്തില്ല, ഷൂട്ടിങ്ങിൽ സ്ട്രഗിൾ ചെയ്തില്ല, എൻജോയ് ചെയ്തെന്നാ പറഞ്ഞത്. അപ്പോൾ അവർ എൻജോയ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ്മെന്റ് എന്ന് പറയുന്നത് രസമല്ലേ? അത് തന്നെയാണ് അർത്ഥം. ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പഠിക്കുന്നത്. പുതിയ പിള്ളേരുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അവരുടെ ചലനം, അവരുടെ നോട്ടം, അവരുടെ വൈകാരികത, ഇതൊക്കെ പഴയ കാലത്തെ അല്ല അനുസ്മരിപ്പിക്കുന്നത്. അത് പുതുകാലത്തിൻ്റെ വൈകാരികത നമുക്കറിയില്ല. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ആ 2 മക്കളുടെയും കാലത്തല്ല ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവരനുഭവിക്കുന്ന വ്യതയല്ല ഞാൻ അനുഭവിച്ചത്. അതുതന്നെയാണ് പുതുതലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ അഭിനയ ശൈലിയിലൂടെയും പ്രകടിപ്പിക്കുന്നത്. അതുതന്നെയാണ് കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട നാടകങ്ങൾ. ഞാൻ നാടകാഭിനയം സിനിമാഭിനയം നിർത്തിയാലോ എന്ന് വിചാരിച്ചു പോയി. അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ നടന്മാരും ഓരോ പുതു സൃഷ്ടി ഉണ്ടാവണം. അങ്ങനെയായിരിക്കണം കാലം വളരേണ്ടത്. എന്നും പുതുതലമുറയാണ് ശരി, പഴയ തലമുറയല്ല. ഈ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച പാഠമൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും, ഓരോ പുലരിയും, ഓരോ രാവും, ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും കണ്ടുമുട്ടുന്ന പുതുതലമുറയിലെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി, എന്നെ നവീകരിക്കാൻ വേണ്ടി, ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി. അതാണ്. ഇപ്പം ഇതില് നമ്മുടെ ഗൗതമിനൊക്കെ നമുക്ക് വെറുതെ നോക്കിയിരുന്നപ്പോൾ ചിരി വരും. അവന്റെ ആ നോട്ടത്തിലൊക്കെ ചിരി വരും. ഒരു ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ചിരിക്കാറുണ്ട്. ഈ സുബിന്റെ ക്യാരക്ടർ ആണെങ്കിലൊക്കെ നമ്മൾ ചെയ്തു വെച്ച് ചിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരുമിച്ച് അഭിനയിക്കുന്ന ഇത്ര സീരിയസ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചിരി വരാറുണ്ടോ? അല്ലെങ്കിൽ അല്ല, അവൻ കാരണം എനിക്ക് ഒരുപാട് റീടേക്ക് വേണ്ടി വന്നു. റീടേക്ക് ഇഷ്ടമില്ലാത്തൊരു നടനാണ് ഞാൻ. പക്ഷെ അവൻ എനിക്ക് ഒരുപാട് റീടേക്ക് തന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഴപ്പമുണ്ടാക്കും. അവൻ തൊടേണ്ട സ്ഥലത്തല്ല തൊടുന്നത്. അവൻ ഇപ്പുറത്ത് വന്ന് ഇക്ലിയാക്കിട്ട് പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ കട്ടു പറയും. അപ്പോ അത്തരം സൗഹാർദ്ദങ്ങളാണ്, അത്തരം രസങ്ങളാണ് നമ്മളിപ്പോഴും പിന്നെ ചെറുപ്പക്കാരനായി നിർത്തുന്നത്. അവരോടൊപ്പം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരോടൊപ്പം ഒരു തമാശ പറയാൻ പറ്റുന്നു. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കോമഡി ഉണ്ടോ എന്നുള്ള കാര്യം സംവിധായകനോട് ചോദിക്കും. വയലൻസ് ഉണ്ട്, അത്രയും പറഞ്ഞില്ല ഞാൻ. സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതിന് കോമഡി എത്രത്തോളം ഉണ്ട്, വയലൻസ് എത്രത്തോളം ഉണ്ട്. എന്നെ വെറുക്കാതിരിക്കൂ, എന്നെ സ്നേഹിക്കൂ ഈ സിനിമ കണ്ടിട്ടെങ്കിലും. ഗൗതം